എല്ലാവരുടെയും എല്ലാ സംശയങ്ങളും തീർത്തു തരുന്ന ഭഗവാന്റെ വാക്കുകൾ തന്നെയാണ് ഭാഗവതം. വ്യാസൻ നിർമ്മിച്ചതാണെങ്കിലും അത് ഭഗവാനാണ് ആദ്യം 4 ശ്ലോകമായിട്ട് പറഞ്ഞു കൊടുത്തത്. സത്യം എന്ന് പറഞ്ഞാൽ മാറ്റം വരാത്ത എന്നും ഉള്ളത്, അതല്ലാത്തൊക്കെ അസത്യമാണ്. അപ്പം ഈ പ്രപഞ്ചമൊക്കെ മാറിക്കൊണ്ടിരിക്കും. അപ്പം ഇതെല്ലാം ഉണ്ടായി നിലനിന്ന് ഇല്ലാതാവുന്നത് ഏതൊരു തത്വമാണോ ആ തത്വം തന്നെയാണ് എല്ലാവരുടെ ഉള്ളിലും ജീവനായിട്ടും ഇരിക്കുന്നത്. അപ്പം ജീവനെ വിചാരം ചെയ്താൽ ഈശ്വര തത്വം അറിയാനായിട്ട് പറ്റും. ഈശ്വരൻ്റെ തന്നെ മറ്റൊരു രൂപം ശരീരത്തിലിരിക്കുമ്പോൾ ആ ചൈതന്യത്തിന് ജീവൻ എന്ന് പേര്. അപ്പോൾ ഈശ്വരനെ കാണാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചാൽ ജീവനെ ആർക്കെങ്കിലും കാണാൻ പറ്റും? ഉണ്ടെന്നുള്ളതിന് കാര്യത്തിന് യാതൊരു സംശയമില്ല, എല്ലാവർക്കും അറിയാം. അവനവന് ജീവനുണ്ടോ ഇല്ലയോ എന്ന് ആർക്കും സംശയം വരാറില്ല. അപ്പോൾ എല്ലാവർക്കും അറിയേണ്ടതാണ്. എന്നാൽ കാണാൻ പറ്റുമോ കേൾക്കാൻ പറ്റുമോ ഒന്നുമില്ല. അപ്പോൾ ഈശ്വരനുണ്ടോ എവിടെ ഇരിക്കണോ എന്നൊക്കെ ചോദിക്കുന്നതിന് വിവേകമില്ലാത്ത ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. വിവേകികൾ ചോദിക്കില്ല. അങ്ങനെ ആ പരമതത്വത്തെ അറിയലാണ് ശരിയായിട്ടുള്ള അറിവ് എന്ന് ആദ്യമായിട്ട് പറഞ്ഞു. പിന്നെ അതിനുള്ള മാർഗമാണ്, അതെങ്ങനെയാണ് തന്നെ അറിയാൻ പറ്റില്ല, എന്തിനൊരു പ്രയത്നം വേണം. അതിനുള്ള മാർഗമാണ് ശ്രീമദ് ഭാഗവതത്തിൽ മഹാത്മാക്കൾ കാണിച്ചത്. നിങ്ങൾ ഈ വഴിക്ക് പോയിക്കോളൂ, നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും, എത്തേണ്ടയിടത്ത് എത്താൻ പറ്റും എന്നുള്ള ആ ധർമ്മം, മനുഷ്യൻ്റെ പരമമായിട്ടുള്ള കർത്തവ്യത്തിനാണ് ധർമ്മം എന്ന പേര്. വേദോക്തം കർത്തവ്യം കർമ്മ ധർമ്മ എന്ന് അതിൻ്റെ നിർവചനം. ധർമ്മ പ്രോജ്ജിതകൈതവോത്ര പരമഃ, ഇതാണ് ഈ ഭാഗവതത്തിൽ പറഞ്ഞേക്കുന്നത്. പല ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് മുഴുവൻ നിങ്ങൾക്ക് കണ്ടുപിടിച്ച് മനസ്സിലാക്കാൻ എത്ര ജന്മെടുത്താലും പറ്റില്ല. അതുകൊണ്ട് കലികാലത്ത് മറ്റൊന്നും ചിന്തിക്കേണ്ട, ഭാഗവതത്തിൽ അതിലുണ്ട്. ഭാഗവതം ഉള്ളപ്പോൾ നിങ്ങൾ വിഷമിച്ച് മറ്റു മാർഗങ്ങൾ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. ഭാഗവതത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിരിക്കുന്നു. എന്നാൽ ആരാണോ ഉപദേശിച്ചു തന്നത്? വ്യാസപുത്രനായിട്ടുള്ള ശുഗബ്രഹ്മർഷിയാണ്. മറ്റൊന്നിലും താല്പര്യമില്ലാതെ ഭഗവത് കഥ പാടിക്കൊണ്ട് നടക്കുന്ന ആ മഹാത്മാവ് ലോകത്തിനെ അനുഗ്രഹിക്കുക, ഇത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതിനു വേണ്ടി സഞ്ചരിക്കുന്ന ആളാണ്. ആ ശുഗമുഖത്തുനിന്ന് കിട്ടിയതാണ്. അപ്പോൾ അതിൻ്റെ പ്രാമാണ്യതയെല്ലാം വർണ്ണിച്ചു. ഇത് കഴിഞ്ഞാണ് നൈമിഷാരണ്യത്തിലിരുന്ന് ഋഷിമാർ സത്രം നടത്തുമ്പോൾ അവിടെ സൂതൻ വന്നു ചേരുന്നു. എല്ലാ പുരാണങ്ങളും വർണ്ണിച്ച് കേട്ട് കഴിഞ്ഞപ്പോഴാണ് എത്ര ലക്ഷക്കണക്കിന് ശ്ലോകങ്ങളാ മന്ത്രങ്ങളാന്ന് പറഞ്ഞത്. ഇതൊക്കെ ഓർമ്മ വയ്ക്കാൻ പറ്റില്ല, ഒന്ന് ചുരുക്കി പറയാനും പറ്റുമെന്ന് ചോദിച്ചപ്പോഴാണ് വ്യാസഭഗവാൻ അത് സംഗ്രഹിച്ച് നിർമ്മിച്ചിട്ടുണ്ട്. ശുഗനെ പുത്രനെ പഠിപ്പിച്ചു. ആ പുത്രൻ്റെ മുഖത്തു നിന്നാണ് അവിടെ ഗംഗാതീരത്തിൽ ഭഗവാന്റെ പാദതീർത്ഥക്കരയിലിരുന്ന് ഞാൻ മുഴുവൻ കേട്ടിട്ടുണ്ട്, അത് നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് വർണ്ണിക്കാൻ തന്നെ. 6 ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ആരംഭിച്ചത്. സർവശാസ്ത്രങ്ങളുടെ സാരം എന്ത്? അതുപോലെ തന്നെ മനുഷ്യൻ്റെ ശരിയായിട്ടുള്ള കർത്തവ്യം എന്താണ്? ഭഗവാൻ വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായിട്ട് അവതരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാന്റെ കർമ്മങ്ങൾ എന്താണ് പ്രധാനമായിട്ടുള്ളത്? ഭഗവാന്റെ അത്ഭുത ലീലകൾ, ബലരാമനോടുകൂടി ഭഗവാന്റെ അത്ഭുത ലീല ഉണ്ടായല്ലോ, മറ്റവതാരങ്ങളിലൊന്നുമില്ലാത്ത ലീലകൾ, അത് ഏതൊക്കെയാണ്? പിന്നെ സർവധർമ്മങ്ങളും ഭഗവാനെ ആശ്രയിച്ച് നിന്നിരുന്നു. ഉദ്ധവർ അർജുനനൊക്കെ സംശയം വന്നപ്പോൾ ഭഗവാന്റെ അടുക്കേ ചോദിച്ചത്. എന്നാൽ നമുക്കിപ്പോൾ ഭഗവാന്റെ അടുക്ക ചോദിക്കാമെന്ന് വിചാരിച്ചാൽ പറ്റില്ല. കാരണം ഭഗവാൻ തൻ്റെ രൂപം മറച്ചു ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിൽ. അപ്പോൾ ഇപ്പം അറിയാൻ എന്ത് വേണം? ഇപ്പം അറിയാൻ ഭാഗവതത്തിൻ്റെ അടുക്ക ചെന്നാൽ മതി. ഭഗവാന്റെ വാക്കുകൾ തന്നെയാണ്. എല്ലാവരുടെയും എല്ലാ സംശയങ്ങളും തീർത്തു തരുന്ന ഭഗവാന്റെ വാക്കുകൾ തന്നെയാണ് ഭാഗവതം. വ്യാസൻ നിർമ്മിച്ചതാണെങ്കിലും അത് ഭഗവാനാണ് ആദ്യം 4 ശ്ലോകമായിട്ട് പറഞ്ഞു കൊടുത്തത്. അങ്ങനെയാണ് അതിൻ്റെ വ്യാഖ്യാനമാണ് ഈ 12 സ്കന്ധങ്ങളും 335 അധ്യായങ്ങളും 11,000 ഗ്രന്ഥമൊക്കെ. 4 ശ്ലോകം ചതുശ്ലോകി എന്ന് പറയലോ. 2-ാം സ്കന്ധത്തിൽ 9-ാം അധ്യായം 32 മുതൽ ഒരു 4 ശ്ലോകങ്ങളുണ്ട്. ചതുശ്ലോകി
അതാണ് അതിൻ്റെ മൂലം. അത് ഭഗവാന്റെ തന്നെ വാക്കാണ്. അത് സാധാരണക്കാർക്ക് അത് മനസ്സിലാവാൻ പറ്റില്ല. കാരണം ബ്രഹ്മാവിനെ ഉപദേശിച്ച വലിയ ബുദ്ധിമാന്മാർക്കാകുമ്പോൾ നന്ന് ചുരുക്കി പറഞ്ഞു കൊടുത്താൽ മതി. ബുദ്ധി കുറയും തോറും അതിന് വ്യാഖ്യാനങ്ങൾ കൂടുതൽ കൂടുതൽ വേണ്ടി വരും. അതുകൊണ്ട് ആ ചതുശ്ലോകിയുടെ ഒരു വ്യാഖ്യാനം തന്നെയാണ്, ഭഗവാന്റെ വാക്ക് തന്നെയാണ് ഈ ഭാഗവതം മുഴുവൻ. അത് വേണ്ട പോലെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു സംശയവും ആരും ചോദിക്കില്ല. ഒരു ബ്രഹ്മചാരി എങ്ങനെ വേണം, ഗൃഹസ്ഥൻ എങ്ങനെ ജീവിക്കണം, വാനപ്രസ്ഥൻ എങ്ങനെ വേണം, സന്യാസി എങ്ങനെ വേണം, എന്ത് കർത്തവ്യമുള്ള ആളും എങ്ങനെ നിർവഹിക്കണം എന്നൊക്കെ അതിലുണ്ട് എന്ന് പറയും. അങ്ങനെ അപ്പോൾ 6 ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഒന്നാമത്തെ അധ്യായം. 2ഉം 3ഉം അധ്യായങ്ങളിൽ അതിന് ചുരുക്കത്തിൽ ഉത്തരം പറയും. അത് കഴിയുമ്പോഴാണ് എപ്പോഴാണ് ഇത്രയും വിശേഷമായിട്ടുള്ള ഈ ഭാഗവതം എവിടെ വച്ച് നിർമ്മിച്ചു, എപ്പോഴാണ് നിർമ്മിച്ചത്, ഭാഗവതം നിർമ്മിക്കാനുണ്ടായ കാരണമെന്ത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭാഗവത നിർമ്മാണത്തെക്കുറിച്ച് നാരദ മഹർഷി വന്ന് വ്യാസഭഗവാന്റെ അടുക്ക് ഭാഗവതം നിർമ്മിക്കാൻ ഉപദേശിക്കുന്ന ഭാഗവും ഇങ്ങനെയുള്ള ഭാഗങ്ങളാണ് ഇനി ഒരു 5 അധ്യായങ്ങളിൽ വർണ്ണിക്കാൻ പോകുന്നത്.